വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി ധനസഹായ പ്രവാഹത്തിൻ്റെ കാലമാണ്. CMDRFിലേക്കും അതോടൊപ്പം സന്നദ്ധ സംഘടനകൾക്കും പിന്നെ CMDRFിലേക്കും അതോടൊപ്പം തന്നെ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിനും സന്നദ്ധ സംഘടനകളുടെ ധനസമാഹരണത്തിനും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾക്കുമൊക്കെയായി ഒരുപാട് പണവും സാധന സാമഗ്രികളും ഒക്കെ നൽകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. കഴിഞ്ഞ ദിവസം ഹിന്ദുവിലൊരു വാർത്ത കണ്ടത്, അതായത് പ്ലൻറ്റിനെസ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇൻ വയനാട് എന്നും പറഞ്ഞൊരു തലക്കെട്ടിലാണ്. ഇങ്ങനെയല്ല എക്സാക്റ്റായിട്ട്, പക്ഷേ പ്ലൻറ്റിനെസ് എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ആധിക്യം, സഹായങ്ങളുടെ ഒരു ആധിക്യം. നമ്മൾ ഓർക്കേണ്ടത് ഈ സഹായങ്ങളെല്ലാം മൂല്യമുള്ളതാണ്. ഈ സഹായങ്ങൾക്കെല്ലാം ഒരു വാല്യമുണ്ട്. അത് ഒരു കുപ്പി മിനറൽ വാട്ടർ ആയാലും ഒരു തക്കാളിക്കായാലും ഒക്കെ. എന്നെ ചിരിപ്പിച്ച് കളഞ്ഞ സംഗതി കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ്. അതാണ്ട് 7 കിൻഡൽ പഴയ തുണി കൊടുത്തു വിട്ടത് അവിടെ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു പഴയത് വേണ്ടാന്ന്. എങ്കിലും അത് വീട്ടിൽ നിന്ന് അൺലോഡ് ചെയ്ത ആളുകളുണ്ട്, അവരെ സമ്മതിക്കണം. ഏതായാലും അതൊഴികെയുള്ളവരെല്ലാം നൽകുന്നത് അവരവർ അധ്വാനിക്കുന്ന പണത്തിൻ്റെ മൂല്യത്തിലുള്ള സാധനങ്ങളോ പണമോ ആണ്. ജനങ്ങളാകെ കഷ്ടപ്പാടിലാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരുപാട് മനുഷ്യർ, എല്ലാവരും പ്രതിസന്ധിയും പ്രയാസവും അവരവരുടെ റേഞ്ചിലുണ്ട്. പക്ഷേ അപ്പോഴും സഹായിക്കുന്നവരുണ്ട്. ആ സഹായിക്കുന്നതിൽ രഹസ്യമായി നൽകുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞത് ഇസ്ലാം മതമാണ്. അത് ഉമ്മൻചാണ്ടി അനുസ്മരണ വേളയിൽ KC വേണുഗോപാൽ പോലും ഒരു വേദിയിൽ ഓർമ്മിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞിട്ടും ഇന്നും ഒരുപാട് ആളുകൾ വിമർശിക്കുമ്പോഴും അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ തിളക്കത്തിൻ്റെ മഹത്വമാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ കൂടി ഇരുന്ന വേദിയായിരുന്നു അത്. ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ രൂപീകരിച്ച മൗലാന അബുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ കുട്ടികളെ ആദരിക്കലും സഹായിക്കലും ഒക്കെ ചെയ്യുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് വാങ്ങി നൽകിയ ഒരു മൊബൈൽ മോർച്ചറി, അഥവാ ഈ നമ്മൾ ബോഡിയൊക്കെ വെക്കുന്നതിന് വേണ്ടി സൂക്ഷിക്കുന്ന പാവപ്പെട്ടവരിൽ നിന്നൊക്കെ ഒത്തിരി കാശാണ് ഇതിന് ഈടാക്കുന്നത്. ഈ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഒരു ചൂഷണമുണ്ട്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അന്നേരം ഇടുന്ന പന്തൽ, അന്നേരം കൊണ്ട് കൊടുക്കുന്നതെല്ലാം കുറച്ച് നല്ല തുക വാങ്ങുന്നവരുണ്ട്. അല്ലാത്തവരുണ്ടാവാം, പക്ഷേ നല്ല തുക വാങ്ങുന്നവരുണ്ട്. കാരണം ഇതിൻ്റെ അടുത്ത ബന്ധുക്കളാരും അല്ലല്ലോ കൊടുക്കുന്നത്. ആരെങ്കിലും വരുന്നവർ കയ്യിൽ നിന്ന് അങ്ങ് പെട്ടെന്ന് കൊടുത്തു കളയൂല്ലേ, അപ്പോൾ ഒരു വലിയ തുക ചോദിച്ചു കളയും. അങ്ങനെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഏതായാലും ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം ശ്രീ KC വേണുഗോപാൽ നടത്തിയത്. ഞാൻ കൂടി ആ വേദിയിൽ സാക്ഷിയായിരുന്നു. കിടപ്പ് രോഗിയായിരിക്കുന്ന ഒരാൾക്ക് അല്പം മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് അത് പടത്തിലിടാതെ ആ കുടുംബമായിട്ടൊരു ബന്ധം വെക്കാൻ പറ്റുമോ? എനിക്കറിയാം എത്രയോ ആളുകൾ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ സഹായിക്കുന്ന ആൾ എത്രയോ എന്ന് എനിക്കറിയാം. ഒരു കാര്യം പറയില്ല അവർ പുറത്താരോടും. ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് അല്ലേ അത് പറയാൻ പാടില്ല എന്നാണ് അല്ലേ കൊടുക്കുന്നതൊന്നും. അതാണ് അദ്ദേഹം പറഞ്ഞത്. തിരിഞ്ഞ് എന്നോടാണ് ചോദിച്ചത്, ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് ഈ പറയുന്നത് കൊടുക്കുന്നത് ആരെയും അറിയിക്കാതെ നൽകണം എന്നുള്ളതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ദറജ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂക്ഷ്മത എന്ന് പറയുന്നത്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പേരിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ഈ ആളിന് വിധേയപ്പെടണമെന്നോ ബഹുമാനിക്കണമെന്നോ ആദരിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ തിരിച്ച് ഇയാളോട് നന്ദി കാണിക്കണമെന്നോ ഒന്നും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കഴിയുമെങ്കിൽ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ കൊണ്ടുവരാതെ അവരുടെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിർബന്ധമായ കാര്യങ്ങളിലെ ഒരു ശ്രേഷ്ഠതയായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ ഏതെങ്കിലും പള്ളിയിലോ തൈക്കാവിലോ ചെല്ലുമ്പോൾ ഒരു കത്ത് കൊടുത്ത് നാട് മുഴുവൻ പിരിപ്പിക്കാൻ അങ്ങ് വിടും. അതൊക്കെ മോശമായ പ്രവൃത്തിയാണ്. ഒരാളിൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നിർവാഹമില്ലാതെ ഗത്യന്തരമില്ലാതെ വന്നാൽ, വേറൊരു നിർവാഹവുമില്ലെങ്കിൽ ആളുകൾ സഹായിക്കുന്നതിന് വേണ്ടി പറഞ്ഞു പോകാറുണ്ട്. അത് വളരെ മാരകമായ കുറ്റമൊന്നുമല്ല. ചിലരൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് ഭയങ്കരമായ കമൻ്റ് എഴുതും. അത് അവരെ എന്തിനാണ് ആക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞത്. അതൊന്നും ഒരു 10 പൈസയും കൊടുക്കാത്തവരാ. രഹസ്യമായി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ആരും പരസ്യമായി പറയില്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത്, ഈ വേദിയിൽ ഈ കാലത്തും KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ ദർശനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. തുടർന്നും വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പൊതുജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈലിയുടെ ഭാഗമാകേണ്ടത് എന്താണ് എന്ന ചോദ്യം, അത് നമ്മൾ പൊതുപ്രവർത്തകരെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്.
നമ്മൾ MP ആകും, MLA ആകും, ഓൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ ഭാരവാഹിയാകാൻ പറ്റും, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയൊക്കെ ആവാൻ പറ്റും, ഒക്കെ പറ്റും. ഇതൊക്കെ സ്ഥാനമാനങ്ങളാണ് നമുക്ക് നൽകുന്ന സ്ഥാനമാനങ്ങൾ. ആ സ്ഥാനം ഉള്ളപ്പോൾ മാത്രമേ അതിൻ്റെ വിലയുണ്ടാവുള്ളൂ. ആ സ്ഥാനം ഇല്ലാതായി മാറുമ്പോൾ ഈ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന ആളുകളെക്കുറിച്ച് പോലും പലപ്പോഴും ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഓർമ്മിക്കണമെങ്കിൽ ഈ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ സ്ഥാനങ്ങൾ കൊണ്ട് എത്ര ജീവിതങ്ങളെ നമ്മൾ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഉത്തരമാകുമ്പോഴാണ് നമ്മളെക്കുറിച്ച് കാലം ഓർമ്മിക്കുക. അങ്ങനെ കാലം ഓർമ്മിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് അഭിമാനപൂർവ്വം ഒരു കോൺഗ്രസ്സുകാരന് പറയാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായാലും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സാധാരണ MLA ആയിരുന്നപ്പോഴും ഈ സ്ഥാനങ്ങൾ കൊണ്ട് അദ്ദേഹം പല ജീവിതങ്ങളെയും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള അത്താണിയാക്കാൻ സഹായിച്ചിരുന്നു. അവരുടെ ജീവിതം മാറ്റിമറിച്ചിരുന്നു. അതായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇങ്ങനെ പോകുമ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് അത്ഭുതത്തോടെ കാണുകയായിരുന്നു രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾ. അവരിൽ ഓരോരാളുടെയും കണ്ണുകളിൽ നോക്കിയാൽ അവർക്ക് ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെടുത്തി ഒരു കഥ പറയാനുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതാണ് അദ്ദേഹത്തെ ഓർമ്മകളിൽ എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ കൊച്ചു കൊച്ചു ഇടപെടലിലൂടെ എങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല. അത്രയും പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും. ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും സങ്കടം മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കുന്നവരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ, യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നൊരു കാലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ആരംഭശൂരത്വമായിട്ട് കണ്ടിട്ടും കാര്യമില്ല. ഇതൊരു പരിപാടിയെ സ്ഥിരം പരിപാടിയായിട്ട് മാറ്റുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. മാന്യനായ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും MP ഒക്കെയായ KC വേണുഗോപാൽ സാറ് വേദിയിൽ നിന്ന് പോയപ്പോൾ വേദിയിലുണ്ടായിരുന്നവരും താഴെ ഉണ്ടായിരുന്നവരിൽ 3/4 ഭാഗവും പോയി. എന്നാൽ മരിച്ചിട്ടും ഒരു മനുഷ്യൻ്റെ കുഴിമാടത്തിനടുത്ത് നിന്ന് ആളുകൾ മാറാതെ ഈ ഒരു വർഷവും രാവും പകലും അവിടെ പോയി നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒറ്റ പേരേ ഉള്ളൂ. ആ പേര് തൽക്കാലം ഇതുവരെ ഉമ്മൻചാണ്ടിയുടേതാണ്. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ കാലത്ത് ജീവിച്ച ഒരു മഹാപ്രതിഭാസത്തെ, അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യനെ, മനുഷ്യനെന്നതിലുപരി നമുക്കാർക്കും അനുകരിക്കാൻ കഴിയാത്ത, നമ്മളൊക്കെ അതിൻ്റെ ഒരു പകുതിയോളമെങ്കിലും ഓടിപ്പോയാൽ തളർന്നു പോകുന്ന ഒരു മനുഷ്യനെ ഓർമ്മിക്കുക, ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചടങ്ങിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മുടെ MP KC വേണുഗോപാൽ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള മനുഷ്യർക്കെല്ലാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു അനുഭവമോ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു ഇടപെടലോ ഓർക്കാനില്ലാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം അരങ്ങൊക്കെ ഒഴിഞ്ഞ് കുറേ നാൾ രോഗാതുരിതനായി കിടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ആ മരണം സംഭവിച്ച വേളയിൽ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര, നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ മരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ മരണം കൊണ്ട് വിശുദ്ധനാവാനും ദിവ്യനാകാനും ഒന്നും മനുഷ്യർക്ക് കഴിയില്ല. എല്ലാ കൊള്ളരുതായ്മകളും കാണിച്ച് കിട്ടുന്നതെല്ലാം വലിച്ചു കൂട്ടി ആളുകളുടെ അടുത്തൊക്കെ വലിയ ജാടയോടെ പെരുമാറി, അഹങ്കാരത്തോടെ പെരുമാറിയിട്ട് അവസാനം മരണപ്പെട്ട് കിടക്കുമ്പോൾ മാത്രം കുറച്ച് റീത്ത് കിട്ടുന്നത് കൊണ്ട് ഒരാളും വലിയ ആളാവുന്നില്ല.
മരിച്ചു കഴിഞ്ഞ് സഞ്ചയനത്തിന് കുറച്ച് ഇഡ്ഡലിയും നല്ല പഴവും കൊടുക്കുന്നത് കൊണ്ടും ആരും സ്വർഗത്തിൽ പോകുന്നില്ല. കുറച്ച് പൊറോട്ട ഇറച്ചിയും കൊടുത്താൽ പോലും സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ദൈവം ഒരിടത്തും കൈക്കൂലി കൊണ്ട് ആരെയെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് ഒരു മതഗ്രന്ഥത്തിലും പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുമില്ല. മരണം ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. ജീവിതത്തിൻ്റെ തുടർച്ചയാണ് മരണം എന്ന് പറഞ്ഞാൽ ചരിത്രമായി, സേവനമായി, നന്മയായി നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ഓർമ്മയായി മാറുന്നതാണ് മരണം. ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ഈ വിനോദ് അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി നേതാക്കളും എന്തെങ്കിലും തരത്തിലൊരു സംഘാടനം നടത്തി ആളുകളെ കൂട്ടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു പണിയെടുക്കുകയോ ഒന്നും ചെയ്തില്ല. കേരളത്തിൽ അദ്ദേഹം ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് കാരണമായ മനുഷ്യരെല്ലാവരും ഓടി ആർത്തലച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് റോഡിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ അതുകൊണ്ടും മലയാളിക്കുള്ള ഒരു കാപഢ്യം, നമുക്കൊക്കെയുള്ള ഒരു കാപഢ്യം പറയാതിരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ മേൽ ആക്ഷേപങ്ങൾ ഒരുപാടുണ്ടായി. അദ്ദേഹത്തിനെ വല്ലാതെ ആക്ഷേപിച്ചു. വ്യക്തിപരമായി ഒരുപാട് വേദനിച്ച സമയത്തൊന്നും ആ സമയത്തൊരു പിന്തുണയുമായോ അല്ലെങ്കിൽ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞോ ഈ പിന്നീട് വികാരം കാണിച്ചതിൽ ഒരു 50% ആളുകൾ പോലും രംഗത്ത് വന്നില്ല എന്നുള്ള സത്യം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ആരൊക്കെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്രൈസ്തവ മതവിശ്വാസത്തിൽ വിശുദ്ധനാവുക എന്നൊക്കെ പറയുന്ന ആ പ്രക്രിയയുടെ ഭാഗമായി മാറുന്നത് പോലെ പുതുപ്പള്ളി പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ കബറിടത്തിന് ചുറ്റും മനുഷ്യരായ ഒരുപാട് ആളുകൾ ഈ പറയുന്ന രാവും പകലും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ 2 ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയുമായി കുറേ അടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു ചെറിയ പുസ്തകം എഴുതാനുള്ള പണിപ്പുരയിലുമാണ്. രാത്രി 3 മണിക്കും 2 മണിക്കുമൊക്കെ ഉമ്മൻചാണ്ടി സാറ് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കാർ പോർച്ചിൽ ആളുകൾ നിൽക്കുമായിരുന്നു. അദ്ദേഹം 3 മണിക്ക് വെളുപ്പിനെ വന്ന് ഈ ആളുകളുടെ മെമ്മോറാണ്ടം കൈകൊണ്ട് വാങ്ങും. നമ്മുടെയൊക്കെ ഭാര്യമാർ 10 മണി കഴിഞ്ഞ് വൈകിയാൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ജീവിതമില്ലേ, കുടുംബമില്ലേ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, നാട്ടുകാരെല്ലാം എന്നും കാണുമോന്നൊക്കെ. ഈ 3 മണിക്ക് അവിടെ വന്നിറങ്ങി ഈ പറയുന്ന അപേക്ഷ കയ്യിൽ വാങ്ങുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഭാര്യ ചോദിച്ചത്രേ, നിങ്ങൾ ഈ നേരം വെളുക്കുന്നത് മുതൽ രാത്രി വരെ മെമ്മോറാണ്ടം വാങ്ങിച്ച് പരിഹരിക്കുന്ന ആൾ ഈ രാത്രി 3 മണിക്ക് എന്തിനാണ് ഇത് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഉമ്മൻചാണ്ടി സാറ് ഭാര്യയോട് തിരിച്ച് ചോദിച്ചത്രേ, ഈ പാതിരാത്രി 3 മണിക്ക് ഉറക്കമൊഴിഞ്ഞ് എന്നെ കാണാൻ വേണ്ടി അവർ വന്ന് നിൽക്കണമെങ്കിൽ അവരുടെ വിഷയത്തിന് എത്ര വേദനയുണ്ടാവും? അത്രയും വേദനയില്ലെങ്കിൽ ഈ പാതിരാത്രിയിൽ ആളുകൾ ആരെങ്കിലും വന്ന് നിൽക്കുമോ? ആ വേദനയ്ക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിന് അർത്ഥം എന്താണെന്ന് ചോദിച്ച ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. രണ്ടാമത്തെ വളരെ രസകരമായൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞതാണ്. 2 ദിവസം 3 ദിവസം പരിപാടി ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് 2-3 ഉടുപ്പെടുത്ത് പെട്ടിയിൽ വെച്ചു കൊടുക്കും. അദ്ദേഹം പത്തനംതിട്ടയിൽ പതാക ഉയർത്താൻ പോകണം, അന്ന് ധനകാര്യമന്ത്രിയോ മറ്റോ ആണ്. ഭാര്യ പെട്ടിയിൽ തുണിയെടുത്ത് വെച്ചു കൊടുത്തപ്പോൾ ഷർട്ടിന് പകരം ബനിയൻ എടുത്ത് വെച്ചു കൊടുത്തു. അതായത് ഒരു ഷർട്ടും 2 ബനിയനും. അദ്ദേഹം പരിപാടിയുടെ അന്ന് പതാക ഉയർത്താനായിട്ട് രാവിലെ നോക്കുമ്പം ഷർട്ടില്ല, ബനിയനേ ഉള്ളൂ. പതിവ് പോലെ പുള്ളിയുടെ ചുറ്റും ഒരുപാട് ആളുകൾ കൂടിയത്രേ. ഉമ്മൻചാണ്ടി സാർ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്, എൻ്റെ ശരീരത്തിനോളം വലിപ്പമുള്ള ആരുണ്ട് എന്ന് നോക്കുക. അപ്പോഴാണ് ഒരു മണ്ഡലം പ്രസിഡന്റ് ശ്രദ്ധയപ്പെട്ടു. പുള്ളിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബാ കാറി കയറി നമുക്ക് കളക്ട്രേറ്റ് വരെ പോകാം. പുള്ളി അങ്ങ് അന്തം വിട്ടുപോയി. എടാ, മണ്ഡലം പ്രസിഡന്റിനെ ഒരു ധനകാര്യമന്ത്രി കളക്ട്രേറ്റിൽ പോകാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. വണ്ടിക്കകത്ത് കയറിയപ്പോൾ ചെയ്ത പണി എന്താണെന്നറിയോ? വണ്ടിക്കകത്ത് വെച്ച് പുള്ളിയുടെ ഉടുപ്പ് ഊരി അദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ മണ്ഡലം പ്രസിഡന്റിൻ്റെ ഉടുപ്പ് വാങ്ങിച്ച് ഉമ്മൻചാണ്ടി സാർ ഇട്ടു. എന്നിട്ട് നേരെ പോയി പതാക ഉയർത്തിയിട്ട് വണ്ടിക്കകത്ത് കയറി ഉടുപ്പ് തിരിച്ചങ്ങ് കൊടുത്തു. നമ്മൾ വല്ലതും ആണെങ്കിൽ തിരിച്ചു വന്ന് ഒന്നെങ്കിൽ ഭാര്യയെ ആശുപത്രിയിലാക്കും, ഇല്ലെങ്കിൽ അന്ന് വലിയ പിണക്കമായി വായി വരുന്ന തെറിയെല്ലാം വിളിക്കും. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ പറയുകയാണ്, ഈ പറയുന്ന സംഭവം 10-20 ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ചോറുണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു തമാശ പോലെ പറയുകയാണെന്ന്. നീ എനിക്കന്ന് ഒരു ഉടുപ്പിന് പകരം 2 ബനിയൻ എടുത്ത് വെച്ചു. ഞാൻ പിന്നെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ കാറി കയറ്റി പുള്ളിയെ ഉടുപ്പില്ലാതിരുത്തിയിട്ട് എൻ്റെ ഉടുപ്പിട്ടോണ്ട് അയാളുടെ ഉടുപ്പ് വാങ്ങിച്ചിട്ടു. അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു
നേതാവിന് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. നമ്മളൊക്കെ ഈ ആൾക്കൂട്ടം നിൽക്കുന്ന കാണുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഇയാൾക്ക് അസൂയ തോന്നും. ഇപ്പം MLA-യുടെയൊക്കെ വീട്ടിൽ 100-200 ആളുകൾ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയ തോന്നുകയോ ഇവൻ എത്ര പേര് കാണാൻ വരുന്നതെന്നൊക്കെ. നമ്മളാകെ അരമണിക്കൂർ പോയി കാണുന്നതുകൊണ്ടാണ്. ഒരു ദിവസം മൊത്തം പുള്ളിയുടെ കൂടെ നടന്നാൽ പുള്ളിയുടെ ഇരിക്കുന്ന ഫോൺ വാങ്ങിച്ച് നമ്മൾ താഴെ അടിച്ച് പൊട്ടിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഏതെല്ലാം തരത്തിൽ തങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെയും ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ കഴിവുണ്ടായിരുന്നു. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ആ മനുഷ്യൻ കേട്ടത്, എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ. കുടുംബത്തെ ആക്രമിച്ചു, മകളെക്കുറിച്ച് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന മനുഷ്യ സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒരു വലിയ പ്രതീകമായിരുന്നു. ആ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ഇപ്പം മൗലാന അബുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സംഗതി നമ്മളിവിടെ ചെയ്യുന്നത്. വലിയ ഉദാത്തമായ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം നടത്തിയ കേരളം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതാണ്, അവസാന സമയത്ത് സംസാരിക്കാനുള്ള ശബ്ദം നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞത്രേ, നിങ്ങളെപ്പോഴും ക്യാൻസർ രോഗികളെ സഹായിക്കണം. കാരണം അദ്ദേഹത്തിന് ക്യാൻസർ രോഗബാധയാണ് പിടിപെട്ടത്. അപ്പോൾ പോലും സഹായിക്കാൻ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും അത്തരമൊരു മനുഷ്യൻ്റെ ഓർമ്മയ്ക്കാണ് ഇത്തരമൊരു ദൗത്യം തുടങ്ങിയിട്ടുള്ളത്. പറയുന്ന എന്താ, നമുക്ക് ആർക്കും അസൂയ തോന്നാത്ത ഒരു പെട്ടിയാണ് ഈ പെട്ടി, ഈ മുമ്പിൽ ഇരിക്കുന്നത്. ബാക്കി ഏത് വീട്ടിൽ AC ഇരുന്നാലും നമുക്ക് അസൂയ തോന്നും, അവൻ വലിയ കള്ളപ്പണക്കാരനായി, കൊള്ളക്കാരനായി, ഇതുപോലത്തെ ഒരു മുറി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ ഇതിനകത്തെ തണുപ്പ് ആർക്കും ആഗ്രഹമില്ല. എന്നാൽ ഇതിനകത്ത് ഇരുന്നേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് വേറൊരു പ്രത്യേകതയുണ്ട്, ഏത് ദുഷ്ടത്തരം കാണിക്കുന്നവനെ ഇതിനകത്ത് ഇരുത്തിയാലും നേരത്തോട് നേരം കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കും തണുത്തിട്ട്. അത് കണ്ട് നമ്മളെല്ലാവരും പറയും, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനാകണ്ട, മരിച്ചപ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന്. തണുപ്പ് കൊണ്ട് ഇങ്ങനെ പ്ലിങ്ങുന്നതാണ്. അപ്പോൾ ഈ ചിരിക്കുന്നതും കരയുന്നതും ഒന്നും അല്ല പടച്ചോനും ദൈവത്തിനും ഒന്നും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ചിരിപ്പിച്ചതുകൊണ്ടോ മരിച്ചു കഴിഞ്ഞ് പൗഡർ ഇട്ട് വെളുപ്പിച്ചതുകൊണ്ടോ തിളങ്ങിയതുകൊണ്ടോ ഒന്നും അവരെ രക്ഷപ്പെടാനാവത്തില്ല. അവിടെ രക്ഷപ്പെടണമെങ്കിൽ കൈയിരിക്കുന്ന കാശെടുത്ത് വല്ലവർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. മരിച്ചു പോയി കഴിഞ്ഞ് നമ്മുടെ ആരുടെ അക്കൗണ്ടിലേക്ക് ഒരു മക്കളും കാശിട്ട് തരുന്നില്ല, നമ്മുടെ പേരിൽ ആരും പ്രമാണം എഴുതി തരുന്നില്ല. എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി വല്ലവർക്കും ഭക്ഷണം കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, കിണർ കുത്തി കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പാപ്പൻ അവിടെ കാശിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ആരും അപ്പാപ്പൻ്റെ പഴയ അക്കൗണ്ടിലോട്ട് കാശെടുത്തില്ലെന്ന് മാത്രമല്ല, ഇട്ട കാശ് എല്ലാവരും 3-4 ദിവസത്തിനകം വലിക്കുകയും ചെയ്യും. ഒരുപാട് ഇട്ടിട്ട് പോയാൽ ഒരുപാട് വഴക്കും നടക്കും. ജീവിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഒത്തിരി ഇട്ടിട്ട് പോയവർ അവസാനം ഈ മക്കളെല്ലാം കൂടി ഈ ഒത്തിരി കാശിന് വേണ്ടി ഒത്തിരി വഴക്കുണ്ടാക്കിയ കഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാശ് തട്ടിപ്പറിച്ച് നമ്മുടെ മക്കളൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇഷ്ടം കൊണ്ട് സന്തോഷം കൊണ്ട് നമ്മുടെ നാഭിയിലിരിക്കുന്ന കാശെടുത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ വിചാരിക്കും വയനാട് മാത്രമേ ഉള്ളൂ മല, അതുകൊണ്ട് ഇവിടെങ്ങും ഇടിഞ്ഞു വീണാൽ നമ്മൾ താഴെ പോത്തില്ലെന്ന്. മേഘസ്ഫോടനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇവിടെ എല്ലാം നടക്കാം. മേഘസ്ഫോടനം, പെട്ടെന്ന് ആകാശത്ത് മേഘങ്ങൾ പൊട്ടി വീഴുന്ന പോലെ വെള്ളം പമ്പ് ചെയ്ത് പൊത്തോന്ന് അങ്ങ് ഒഴിക്കും. എത്ര വലിയ ബിൽഡിംഗ് ആയാലും അങ്ങ് താഴോട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാത്രി കിടക്കാനൊക്കെ കിടക്കുമ്പം മലയില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമെന്നൊന്നും വിചാരിച്ച് കിടക്കരുത്. പടച്ചോന് മരിപ്പിക്കുന്നതിന് മലയൊന്നും വേണമെന്നില്ല, വെള്ളവും വായുവും കാറ്റും ഒക്കെ മതിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ചെയ്യണം, ഈ ദൗത്യത്തെ സഹായിക്കണം. ഞാൻ ഏതായാലും ഇതിനോടൊപ്പം ഉണ്ട്. വിനോദിനെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് എപ്പോഴും ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിക്കൊടുത്തതാണ് ഈ മൊബൈൽ മോർച്ചറി. അവൻ ഈ ചിത്രത്തിലൊന്നും വരാത്തൊരാളാണ്, അങ്ങനെ വരുന്നതിന് താല്പര്യമില്ലാത്തൊരാളാണ്. ഞാൻ ജീവിതത്തിൽ കണ്ട അപൂർവമായ നല്ല മനുഷ്യരിൽ ഒരാളാണ്. ഇതുപോലെയുള്ള ഒരുപാട് സേവനങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് അവൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ സുഹൃത്തായതിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. നമ്മളെക്കാളൊക്കെ എത്ര ഉയർന്ന നിലയിലാണ് അവൻ്റെ ചിന്തകളെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഏതായാലും ഇത്തരമൊരു ദൗത്യം ഭംഗിയായി നല്ല സേവനങ്ങളായി നാട്ടിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ.